ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 226 തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളെല്ലാം എക്സാമുകളിൽ കേട്ടിട്ടുണ്ട് ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 226. നമുക്ക് ആദ്യം തന്നെ ആർട്ടിക്കിൾ 32 കുറിച്ച് ആദ്യം നോക്കാം. ആർട്ടിക്കിൾ 32 സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു. സുപ്രീം കോടതിയുടെ റിട്ട് അധികാരപരിധി ഹൈക്കോടതിയുടെ അധികാരത്തേക്കാൾ ചെറുതാണ്. ഭരണഘടനയുടെ ഭാഗം 3 പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ നടപ്പാക്കുന്നതിന് മാത്രമേ സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ കഴിയൂ. ആർട്ടിക്കിൾ 32 ഒരു മൗലിക അവകാശമാണ്. അടിയന്തരാവസ്ഥയിൽ രാഷ്ട്രപതിക്ക് ഈ ആർട്ടിക്കിൾ സസ്പെൻഡ് ചെയ്യാൻ കഴിയും. ആർട്ടിക്കിൾ 32 പ്രകാരം ഇന്ത്യയിലുടനീളം ഒരു വ്യക്തിക്കോ ഗവൺമെൻറ്റിനോ എതിരായി റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. സുപ്രീം കോടതിയുടെ പ്രാദേശിക അധികാര പരിധി വിശാലവും വിപുലവുമാണ്. ആർട്ടിക്കിൾ 32 മൗലിക അവകാശമായതിനാൽ സുപ്രീം കോടതിക്ക് അതിൻ്റെ അധികാര പരിധിയിലുള്ള റിട്ട് പ്രയോഗം നിരസിക്കാൻ കഴിയില്ല. ഒന്നും കൂടി പറയാം, ഈ ആർട്ടിക്കിൾ 32 അപ്പോൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ സംബന്ധിച്ചാണ് ആർട്ടിക്കിൾ 32 പറയുന്നത്. സുപ്രീം കോടതിയുടെ റിട്ട് അധികാര പരിധി ഹൈക്കോടതിയുടെ അധികാരത്തേക്കാൾ എന്തെന്നാണ് പറയുന്നത്? ചെറുതാണ്. ഭരണഘടനയുടെ ഭാഗം 3 പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ നടപ്പാക്കുന്നതിന് മാത്രമേ സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ കഴിയൂ. പിന്നെ പറയുന്നത് ആർട്ടിക്കിൾ 32 ഒരു മൗലിക അവകാശമാണ്. അടിയന്തരാവസ്ഥയിൽ രാഷ്ട്രപതിക്ക് ഈ ആർട്ടിക്കിൾ സസ്പെൻഡ് ചെയ്യാൻ കഴിയും. ആർട്ടിക്കിൾ 32 പ്രകാരം ഇന്ത്യയിലുടനീളം, അതായത് ഒരു വ്യക്തിക്കോ ഗവൺമെൻറ്റിനോ എതിരായി റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. സുപ്രീം കോടതിയുടെ പ്രാദേശിക അധികാര പരിധി വിശാലവും വിപുലവുമാണ്. ആർട്ടിക്കിൾ 32 മൗലികാവകാശമായതിനാൽ സുപ്രീം കോടതിക്ക് അതിൻ്റെ അധികാര പരിധിയിലുള്ള റിട്ട് പ്രയോഗം നിരസിക്കാൻ കഴിയില്ല. ഇതാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 226 എന്തെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിയാണ് പറഞ്ഞെങ്കിൽ ആർട്ടിക്കിൾ 226 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഹൈക്കോടതിനെ കുറിച്ചാണ് പറയുന്നത്. ഹൈക്കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു. കൂടാതെ ഹൈക്കോടതിയുടെ റിട്ട് അധികാര പരിധി സുപ്രീം കോടതിയേക്കാൾ വിശാലമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്തുവാണ് ഇവിടെ പറഞ്ഞത്? സുപ്രീം കോടതിയുടെ റിട്ട് അധികാര പരിധി ഹൈക്കോടതിയുടെ അധികാരത്തേക്കാൾ ചെറുതാണെന്നാണ് ഇവിടെ പറഞ്ഞത്. എന്നാൽ ഇവിടെ പറയുന്നത് ഹൈക്കോടതിയുടെ റിട്ട് അധികാര പരിധി സുപ്രീം കോടതിയുടേതിനേക്കാൾ വിശാലമാണ്. മൗലിക അവകാശങ്ങൾ നടപ്പാക്കുന്നതിന് മാത്രമല്ല, നിയമപരമായ അവകാശങ്ങൾ നടപ്പാക്കുന്നതിനും ഹൈക്കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ കഴിയും. പിന്നെ പറയുന്നത് ആർട്ടിക്കിൾ 226 ഒരു മൗലിക അവകാശമല്ല. എന്നാൽ നമ്മൾ ആർട്ടിക്കിൾ 32 എന്താണ് പറഞ്ഞത്? ഒരു മൗലിക അവകാശമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മൗലിക അവകാശമാണ് ആർട്ടിക്കിൾ 32. ഈ ആർട്ടിക്കിൾ 226 ഒരു മൗലിക അവകാശമല്ല. ഒരു അടിയന്തരാവസ്ഥയിൽ രാഷ്ട്രപതിക്ക് ഈ ആർട്ടിക്കിൾ സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. ആർട്ടിക്കിൾ 226 പ്രകാരം സ്വന്തം പ്രാദേശിക അധികാര പരിധിയിൽ മാത്രമേ ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയൂ. ഹൈക്കോടതികളുടെ പ്രാദേശിക അധികാരം ഇടുങ്ങിയതും പരിമിതവുമാണ്. ഇവിടെ പറഞ്ഞ എന്തുവാണ്? ആർട്ടിക്കിൾ 32 പറഞ്ഞ എന്തുവാണ്? ആർട്ടിക്കിൾ 32 പ്രകാരം ഇന്ത്യയിലുടനീളം ഒരു വ്യക്തിക്കോ ഗവൺമെൻറ്റിനോ എതിരായി റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. സുപ്രീം കോടതിയുടെ പ്രാദേശിക അധികാര പരിധി വിശാലവും വിപുലവുമാണെന്നാണ് പറഞ്ഞത്. അതിന് ഓപ്പോസിറ്റാണ് ഇത് ഇവിടെ പറയുന്നത്. 226 പ്രകാരം സ്വന്തം പ്രാദേശിക അധികാര പരിധിയിൽ മാത്രമേ ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയൂ. ഹൈക്കോടതികളുടെ പ്രാദേശിക അധികാരം ഇടുങ്ങിയതും പരിമിതവുമാണ്. പിന്നെ എന്താ പറയുന്ന? ആർട്ടിക്കിൾ 226 ഹൈക്കോടതിയുടെ വിവേചനാധികാരത്തിൽ പെടുന്നതിനാൽ ഹൈക്കോടതിക്ക് തങ്ങളുടെ അധികാര പരിധിയിലെ റിട്ട് പ്രയോഗം നിരസിക്കാൻ കഴിയുന്നതാണ്. ആർട്ടിക്കിൾ 226 ഹൈക്കോടതിയുടെ വിവേചനാധികാരത്തിൽ പെടുന്നതിനാൽ ഹൈക്കോടതിക്ക് തങ്ങളുടെ അധികാര പരിധിയിലെ റിട്ട് പ്രയോഗം നിരസിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ പറഞ്ഞ എന്താ? ആർട്ടിക്കിൾ 32 മൗലിക അവകാശമായതിനാൽ സുപ്രീം കോടതിക്ക് അതിൻ്റെ അധികാര പരിധിയിലുള്ള റിട്ട് പ്രയോഗം നിരസിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഇത്രയാണ് കുറച്ച് കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 32 226 തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 32 സുപ്രീം കോടതി റിട്ടും ആർട്ടിക്കിൾ 226 ഹൈക്കോടതി റിട്ടുമാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ വരിയും നമുക്ക് എന്തുവാ ഇമ്പോർട്ടൻസ് ആണ്. ഈ വരികളെല്ലാം നമുക്ക് എന്തായിട്ട് വരാം? ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുക. അതുകൊണ്ട് നന്നായിട്ട് തന്നെ മനസ്സിലാക്കി തന്നെ പോവുക. ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 226. ബൈ.